ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും അടിപൊളി ഒരു പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. 100 ഗ്രാം കറുത്ത മുന്തിരിങ്ങ, 50 ഗ്രാം കിസ്മിസ്, 50 ഗ്രാം കിവി ഫ്രൂട്ട്, 100 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി, 150 ഗ്രാം ഡേറ്റ്സ് എന്നിവ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ ഒരു 2 ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കോഴിമുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തൊന്ന് നന്നായി അടിച്ചെടുക്കാം. മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ മൈദ നുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി മാറ്റിവെക്കാം. ഇത് 2 ദിവസം മുമ്പ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് ഓറഞ്ചിൻ്റെ തൊലി വിളയിപ്പിച്ചതാണ്. ഇനി ഒരു ബൗളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പഞ്ചസാരയുടെയും മിശ്രിതം ഒഴിച്ചതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാരമൽ സിറപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചുക്ക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഓറഞ്ചിൻ്റെ തൊലി വിളയിപ്പിച്ചത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അവസാനമായി ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ശേഷം ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിനായിട്ടൊന്ന് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യുന്നതിനായി കുറച്ച് കശുവണ്ടി പരിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇത് പാകം ചെയ്തെടുക്കുന്നത്. അതിനായിട്ടൊരു 10 മിനിറ്റ് നേരം കുക്കർ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു റിങ്ങോ മറ്റെന്തെങ്കിലും പാത്രമോ വെച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ ഗാസ്കറ്റോ വെയിറ്റോ ഇടാൻ പാടുള്ളതല്ല. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ നേരം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാറ്റർ തയ്യാറാക്കി എയർ ഫ്രയറിൽ കൂടി കേക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എയർ ഫ്രയറിൽ കേക്ക് തയ്യാറാക്കുമ്പോൾ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് നേരം ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പുറത്തെടുത്ത് വീണ്ടും അത്രയും സമയം കൂടി ഒന്നുകൂടി കുക്ക് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് കേക്ക്
നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ 2 രീതിയിലുമുള്ള കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.